إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونعوذ بالله ونتوكل عليه ومن شرور أنفسنا ومن سيئات أعمالنا من يهده الله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആവശ്യമായ പരിശ്രമം നടത്തണമേ എന്ന് ആമുഖമായി അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം അതിപ്രവിശാലമായ ജീവിത സൗകര്യങ്ങൾ മതിവരുവോളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. ഇതര ജന്തു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് തിരിച്ചറിവ് എന്നുള്ളത്. അത് മനുഷ്യന് ഭൗതികമായ ലോകത്തു നിന്ന് ആർജിച്ചെടുക്കാൻ കിട്ടുന്നതും നൈസർഗികമായി കിട്ടുന്നതുമായ രണ്ട് കഴിവുകളുണ്ട്. അതിൽ ആർജിച്ചെടുത്ത കഴിവുകൾ മുഴുവൻ അവസാന ഘട്ടത്തിൽ ചോർന്നു പോകും. ശയ്യാലംബരായി എയർബഡുകളിലോ വാട്ടർ ബെഡുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന രോഗികളായ ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് നമ്മൾ സലാം പറഞ്ഞ് ആളെ പരിചയപ്പെടുത്തുമ്പോൾ രോഗിയുടെ പരിചരിക്കുന്ന വീട്ടുകാരായ ആളുകൾ നമ്മൾ പറയും, ഉമ്മാക്കും അല്ലെങ്കിൽ ഉപ്പാക്കും ഒക്കെ ഓർമ്മ തെറ്റിയിട്ട് കുറച്ചു കാലമായി, കുറച്ച് നാളുകളായി, ആളെ തിരിച്ചറിയില്ല. ബോധമുണ്ടോ എന്ന് തിരിച്ചറിയൽ മനുഷ്യനെ അളക്കുന്ന വലിയൊരു മാനദണ്ഡമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതര ജന്തു ജീവജാലങ്ങളോ അതും അങ്ങനെ തന്നെയാണ്. നൈസർഗികമായി കിട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് ചിലതൊക്കെ ആർജിച്ചെടുക്കാൻ കിട്ടുന്ന കഴിവുകളുണ്ടാവും. ഈ തിരിച്ചറിവ് രണ്ടും മാറ്റുരച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന് അതിലേറ്റവും വലിയ അറിവ് തൻ്റെ സ്രഷ്ടാവിനായ റബ്ബിനെ അറിയുക എന്നുള്ളത്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. ആ അറിവിന്റെ അടയാളമാണ് അയാളിൽ നന്ദിയുടെ അടയാളങ്ങൾ ഉണ്ടാവുക. അത് ഇബാദത്തിന്റെ രൂപത്തിൽ വരിക. അതിലും മികച്ചു നിൽക്കുന്നതാണ് നാവിൽ ഒഴിയാതെ തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹുമുള്ള ആളായി മാറുക. അങ്ങനെ ആൾക്ക് മാത്രമേ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആഹ്വാനത്തിന് കാതുകൊടുത്ത് അതിന് വഴിപ്പെട്ട് ആ രൂപത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി കലിമ ചൊല്ലിക്കൊണ്ട് കാമിലായ ഈമാനോടുകൂടി ജീവിതം അവസാനിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നാൽ മനുഷ്യേതര ജന്തു ജീവജാലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ
22-ാമത്തെ സൂറത്ത് ഹജ്ജിലെ ഒരായത്ത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനൻ നാസി ഹഖ്ഖ അലൈഹിൽ അദാബ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരായ നമ്മളോട് അള്ളാഹു ചോദിക്കുക, നിങ്ങൾ കണ്ടില്ലേ മനുഷ്യരെ? അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹുവിന്, യസ്ജുദു ലഹു, തീർച്ചയായും ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ? മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത്. ഇനി അത് എന്തൊക്കെയാണ് എന്ന് നമ്മുടെ നയന ദൃഷ്ടി കൊണ്ട്, നഗ്നമായ ദൃഷ്ടി കൊണ്ട്, നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല അവയെ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തുക. അശംസു, സൂര്യൻ. സൂര്യൻ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രൻ ചെയ്യുന്നുണ്ട്. വൻ നുജൂമു, അസംഖ്യങ്ങളായ നക്ഷത്രങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ജിബാലു, നിശ്ചലമാണ് എന്ന് നാം തോന്നുന്ന പർവ്വതങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വശജറു, മരങ്ങൾ. വദ്ദവാബു, അതല്ലാത്ത മുഴുവൻ ജന്തു ജീവജാലങ്ങളും. ഇങ്ങനെ എണ്ണിയതിനു ശേഷം അല്ലാഹു പറഞ്ഞു, വകസീറും മിനൻ നാസി ഹഖ്ഖ അലൈഹിൽ അദാബ്. മനുഷ്യരൊന്നും മൊത്തത്തിൽ പറഞ്ഞില്ല. ഇപ്പറഞ്ഞ എല്ലാവിധ വസ്തുക്കളെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണുന്ന മനുഷ്യനെ അള്ളാഹു അവിടുന്ന് മാറ്റി നിർത്തി. അവൻ തസ്ബീഹ് ചെയ്യാത്തവനാണ്, അവൻ തക്ബീർ ചെയ്യാത്തവനാണ്, അവന്റെ നാവിൽ നിന്ന് തഹ്ലീൽ വരാത്തതുണ്ട്, അവന്റെ നെറ്റിത്തടം അള്ളാഹുവിന്റെ മണ്ണിൽ സുജൂദിന് വേണ്ടി കുനിയാത്ത നട്ടെല്ലിന്റെ ഉടമയായും മണ്ണിൽ വെക്കാൻ പറ്റാത്ത തലയുടെ ഉടമയായും അഹങ്കാരിയായി ഭൂലോകത്ത് കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കുള്ള പരിണതഫലം എന്താ? അല്ലാഹു പറയാ, കസീറും മിനൻ നാസ്, മനുഷ്യന്മാരിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകളും ഹഖ്ഖ അലൈഹിൽ അദാബ്, അവരിൽ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ, കണ്ണും കാതും മൂക്കുമില്ലാത്ത ഒരാൾ ഒരു പൊട്ടക്കിണറിൽ പോയി ചാടിയാൽ നമുക്ക് പറയാം അയാൾക്ക് കണ്ണില്ലാത്തതുകൊണ്ടാണ് എന്ന്. അതല്ലല്ലോ മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു വീണ്ടും പറയാ, യുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ യഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. യുസബ്ബിഹു ലഹു, ആ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അസ്സമാവാതുസ് സബ്ഉ, 7 ആകാശങ്ങളിലുള്ളത്, വൽ അർളു, ഭൂമിയിലുള്ളതും, വമൻ ഫീഹിന്ന, ആ 7 ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉള്ളിലുള്ള സർവചരാചരങ്ങളും, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഇതിനിടയിലുള്ള ഒന്നും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാത്തതായിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയാം, വലാകിൻ ലാ യഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പർവ്വതം സുജൂദ് ചെയ്യുന്നത്, എങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും സുജൂദ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ. അവ എങ്ങനെയാ തസ്ബീഹ് പറയുന്നത്? നമ്മളെ പോലെ എണ്ണം പിടിച്ചിട്ടാണോ, ദാവ് കൊണ്ടാണോ? അത്തരം ഒരു സംവിധാനം അവർക്കില്ലല്ലോ. പിന്നെ എങ്ങനെ? അതിനുള്ള മറുപടിയാണ് അല്ലാഹു പറഞ്ഞത്, വലാകിൻ ലാ യഫ്ഖഹൂൻ, അതിന് മാത്രമുള്ള ഫഹ്മ് നിങ്ങളുടെ തലച്ചോറിന് അള്ളാഹു നൽകിയിട്ടില്ല. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അത് ആ രൂപത്തിൽ നടക്കുന്നു, അത് വിശ്വസിക്കുക. ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുകയല്ലാതെ മറ്റൊരു നിർവാഹവും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവയൊക്കെയും സംവിധാനിച്ചിട്ടുണ്ട്. ഒരു പാറക്കെട്ട് അല്ലാഹു പറഞ്ഞാൽ ഈ പരിശുദ്ധമായ ഖുർആൻ എത്ര തവണ 5ാം ക്ലാസ് മുതൽ ഏകദേശം അക്ഷരത്തെറ്റില്ലാതെ ഓതാൻ തുടങ്ങിയ നമ്മളൊക്കെ, എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒന്ന് നമ്മുടെ കണ്ണ് നനയിക്കുന്നുണ്ടോ? നമ്മുടെ കരൾ പിടയൽ മാത്രം ഉപകരിക്കുന്ന ഏതെങ്കിലും ഒരു ആയത്തുണ്ടോ? ഏതെങ്കിലും കാര്യമാട്ടെ, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഖിറാഅത്ത് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നുണ്ട്. സുദൈസിന്റെ പോലെ അല്ലെങ്കിൽ അഫാസിയുടെ പോലെ അതിന്റെ അപ്പുറത്തുള്ള ആൾക്കാരില്ലേ? നമ്മുടെ നാട്ടിലെ ഇമാമിന്റെയും ഖത്തീബിന്റെയും ഒക്കെ സ്വരം നന്നാകാത്തതുകൊണ്ട് നമ്മൾ റമദാനിലൊക്കെ പല പുതിയ ആൾക്കാരെ കൊണ്ടുവരും. എന്തിനാ? അത് ശമ്പളം അധികം ഉണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ?
ഇല്ല. സ്വരം കേൾക്കാൻ, നല്ല ഈണത്തിലും താളത്തിലും പാടുന്ന പാട്ട് കേൾക്കാൻ വേറെ എന്തെങ്കിലും പരിപാടിയില്ലേ? ആ ഖിറാഅത്ത് കേട്ടിട്ട് ഈമാൻ വർദ്ധിക്കണം. അത് ഈമാൻ വർദ്ധിക്കാൻ ഒരാൾ ഓതുന്നത് കേട്ടാൽ മതി, സ്വരം നിന്നാകണമെന്നില്ല. അത് കേൾക്കുന്നവരുണ്ടല്ലോ, ഈ ഒഴിച്ചു വെക്കുന്ന പാത്രം, അതിനും മൂട്ടിൽ അത്യാവശ്യം ബലം വേണം. മൂട്ടിലോട്ടെയുള്ള പൊട്ടക്കരത്തിൽ എത്ര വെള്ളം കോരി ഒഴിച്ചാലും അതങ്ങനെ ചോർന്നു പോകുന്നല്ലാതെ ഒരു നൈമിഷികമായ ത്രില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് റമദാനിലൊക്കെ നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ചെറിയ മോട്ടിവേഷൻ. അത് കഴിക്കാണ്ട് അലിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ഈമാന്റെ ഉടമകളായി നമ്മെ ഏവരെയും മാറ്റട്ടെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് വേറൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. മനുഷ്യരെയും ജിന്നിനെയും കൂടെ സൃഷ്ടിച്ചതിന്റെ ഏക ലക്ഷ്യം എന്താ? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇബാദത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ളത് എന്താ? അള്ളാഹുവിന് നിർവഹിക്കാനുള്ള ദിവസേനയുള്ള ഒരു മനുഷ്യനും റബ്ബുമായിട്ടുള്ള ബന്ധം എന്താ? മുനാജാത്ത് എന്താ? അത് നിസ്കാരാണ്. അതിന്റെ കണക്ഷൻ വേർപെടുത്തിയിട്ട് വേറെ എന്ത് ഇബാദത്ത് ചെയ്താലും അത് അള്ളാഹുവിനെ കണ്ട് എത്തൂല. അതാണ് പവർ. അതിന്റെ പേരാണ് പവർ. ആ പവറല്ലേ ഇവിടെയുള്ള എന്ത് വലിയ സംവിധാനം ഉണ്ടായാലും വർക്ക് ചെയ്യില്ല. ഫാൻ വർക്ക് ചെയ്യില്ല, AC വർക്ക് ചെയ്യില്ല, മറ്റു സംവിധാനങ്ങൾ വർക്ക് ചെയ്യില്ല. അതിനൊക്കെ കാരണമായി തീർന്ന പവർ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയില്ലേ, വേറെ എവിടുന്ന് കിട്ടിയിട്ടും കാര്യമില്ല. ആ ഓജസ്സും തേജസ്സും അള്ളാഹു തന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കെടുത്തിക്കളയാൻ ഉദ്ദേശിച്ചാൽ യാതൊരു മാർഗവുമില്ല. അയാൾ അത് പടച്ച തമ്പുരാനുമായി ബന്ധപ്പെടുത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഏറ്റവും സവിശേഷമായ സൃഷ്ടിയാക്കിയത് മനുഷ്യരെയാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യന്റെ മക്കൾ നാം ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു കറാമത്ത് നൽകിയതാ പറഞ്ഞത്. അങ്ങനെയാണല്ലോ അതിന്റെ സാങ്കേതിക ഭാഷയിൽ പറയാം. ഇത് വിൽപ്പന ചെറുക്കാക്കുന്ന കറാമത്തല്ല. ഓരോ മനുഷ്യനും എന്താണോ ആദരവിന്റെ ബഹുമാനത്തിന്റെ അടയാളമായിട്ടുള്ളത് അത് പടച്ചോൻ ഓരോ മനുഷ്യനും നൽകിയിട്ടുണ്ട്, ഒരാൾക്കും ഒരു കുറവുമില്ലാതെ. ഒരു മനുഷ്യൻ എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ നൽകി. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ തീനുള്ള ചെറിയ സൂറത്തിലുള്ളത്, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്, ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല പാകതയിലായിട്ട്. ഹയ്യാലുൽ സ്വലാഹ് ഹയ്യാലുൽ ഫലാഹ് എന്ന് പള്ളിയിൽ നിന്ന് വാക്ക് വിളിക്കുമ്പോ പള്ളിയിൽ വരാത്തവരും നിസ്കരിക്കാൻ പറ്റാത്തവരും പല രൂപത്തിലുള്ള രോഗത്തിന്റെ പല കാരണങ്ങൾ ന്യായം പറയുന്ന ആൾക്കാരുള്ളേ. ഇതുപോലെ കോരിച്ചെരിയുന്ന മഴ 12:45 പെയ്താൽ ഓഡിറ്റോറിയത്തിൽ എത്താത്തവരാരാ? ടാക്സി വിളിച്ച് ചെല്ലൂലേ, പറ്റുന്ന വാഹനത്തിൽ ചെല്ലൂലേ. എന്നിട്ട് എന്താ പറയാ, അവൻ വിളിച്ചിട്ട് പോയിട്ടില്ല, അവൻ എന്താ വിചാരിക്കുക, കുടുംബബന്ധം തകരൂലേ. ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്. അവിടുത്തെ യാതൊരു പ്രയാസമില്ല. മുട്ടുംകാലിന് വേദന ഉണ്ടോ? ഇല്ല. മൂത്രത്തിന് തടസ്സമുണ്ടോ? ഇല്ല. മറ്റു പ്രയാസങ്ങളുണ്ടോ? ഇല്ല. ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ എത്തും കറക്റ്റ് 11:30 എന്ന് പറഞ്ഞാൽ 11:25 എത്തിയിട്ട് അവിടുത്തെ ആ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും വെറുതെ. പള്ളിയിലോ, പള്ളിയിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ഹയ്യാലുൽ സ്വലാഹ് ഹയ്യാലുൽ ഫലാഹ്. അതിന് കൊടുക്കാനുള്ള കാത് നമ്മുടെ കയ്യിലില്ല, അത് കാണാനുള്ള കണ്ണ് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന് പറയുന്ന ഈ ഭൂലോകത്തുള്ള സർവ്വചരാചരങ്ങളും അതിന് അപവാദമായി ജീവിക്കുമ്പോൾ ബാക്കിയുള്ളത് മുഴുവനും അള്ളാഹുവിന് വഴിപ്പെട്ടു ജീവിക്കുന്നു എന്നാണ് ഈ ഖുർആന്റെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ ലാ യഫ്തറൂൻ. ശരിക്കും ഒരു 1/2 ഔൺസ് ബുദ്ധിയുള്ളവർ ഇരുന്ന് ചിന്തിക്കണം. അള്ളാഹ് പറഞ്ഞ ഈ ഖുർആനിലെ 21ാമത്തെ സൂറത്ത് അംബിയായിലെ ഈ 20ാമത്തെ ആയത്ത് അള്ളാഹ് പറയാ, യുസബ്ബിഹൂനൽ ലൈൽ, രാത്രിയായാൽ ആ രാത്രി നേരം പുലരുവോളം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വന്നഹാർ, പകൽ നേരം പുലർന്നാൽ വൈകുന്നേരമാകുന്നത് വരെ. ലാ യഫ്തറൂന, അവയ്ക്ക് ക്ഷീണമില്ല, കുഴക്കമില്ല, മടിയില്ല, പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. ആ രാവും പകലും അനുഭവിക്കുന്ന മനുഷ്യനോ ഇതൊക്കെയുണ്ട്. രാവും പകലും പോലും അള്ളാഹുവിന് യാതൊരുവിധ ക്ഷീണമില്ലാതെ, പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ തസ്ബീഹ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ഖുർആൻ ഒരു തരം മുതൽ മറുതരം വരെ ഇങ്ങനെ ഊതിയാൽ ഇനിയിപ്പോ ആരാ ഒരു മനുഷ്യൻ, അത്യാവശ്യം വിവേകമുള്ള ഒരു മനുഷ്യൻ, മലയാളം അറിയുന്ന ഒരു മലയാളി, ഒരു തർജുമാൽ ഖുർആൻ എടുത്തിട്ട് മുമ്പിൽ വെച്ചിട്ട് അതിന്റെ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ആയത്തുകൾ വെറുതെ ഒന്ന് ഇങ്ങനെ കണ്ണോടിച്ചു പോയി നോക്കുമ്പോ ഒരല്പം മുഖ് തലയിൽ ഇങ്ങനെ ചിന്തിക്കും. അള്ളാഹ് പറഞ്ഞതാ, എന്തൊക്കെയാ പറഞ്ഞത്? വലില്ലാഹി യസ്ജുദു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. മാഫിസ് സമാവാതി വമാ ഫിൽ അർള്, എത്ര ഭാഗത്താണെന്നറിയോ? എണ്ണിയാൽ ഒടുങ്ങാത്ത ഭാഗത്ത്. ഇത് വായിക്കുന്ന മനുഷ്യനത് കാണുന്നുണ്ടല്ലോ, ഒരു മല കാണുന്നില്ല,
ഒരു പർവ്വതം കാണുന്നില്ല, സൂര്യനോ ചന്ദ്രനോ ഈ ഖുർആൻ ഇറക്കിയിട്ടില്ല. അതെങ്ങാനും ഇറക്കിയിരുന്നെങ്കിലോ لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. സൂറത്ത് ഹശ്റിൽ അല്ലാഹു പറയാ, ഈ ഖുർആൻ മാനവരാശിക്കല്ല ഇറക്കിയത്, ഒരു മലയുടെ മുകളിൽ, ഒരു പാറക്കെട്ടിന്റെ മുകളിൽ, അതിനേക്കാൾ വലിയൊരു കടുത്ത സാധനം വേറില്ലല്ലോ, അതിന്റെ മുകളിലാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന ലറഅയ്തഹു, നിനക്ക് കാണാമായിരുന്നു, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ആ ഖുർആന്റെ ഉള്ളിൽ എഴുതിയ വചനങ്ങൾ ഓർത്ത് ആലോചിച്ച് പേടിച്ച് അതിന്റെ സൃഷ്ടാവായ റബ്ബിനെ സംബന്ധിച്ച് ഭയപ്പെട്ടിട്ട് അതവിടുന്ന് പൊട്ടി താഴേക്ക് വീണ് തരിപ്പണമായി പോകുന്ന കാഴ്ച കാണാമായിരുന്നു. എന്നിട്ട് അതുകൊണ്ടാണ് അവർ പേടിച്ചിട്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത്. ആകാശം വിറകൊള്ളുന്നു, ഭൂമി വിറകൊള്ളുന്നു, പടച്ചതമ്പുരാൻ വേണ്ടി അത് വഴിപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങളും മലക്കുകൾ മുഴുവനും അള്ളാഹുവിന് വഴിപ്പെടുന്നു. ഒരൊറ്റ ഒന്നുപോലും അഹങ്കാരം കാണിക്കുന്നില്ല. ആരല്ലാതെ? മനുഷ്യനല്ലാതെ. ولله يسجد من في السماوات والأرض طوعا وكرها وظلالهم بالعدو والآصال. അതുകൂടി കേട്ടാൽ ഒരൽപ്പം മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ഒരൽപ്പം ഈമാനുള്ള മനുഷ്യന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു പറയുകയാണ് പരിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 15-ാമത്തെ ആയത്തിലൂടെ വലില്ലാഹി യസ്ജുദു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ 4 സെന്റ് സ്ഥലം, നമ്മുടെ വീട്, നമ്മുടെ പറമ്പിൽ നാം നട്ടുണ്ടാക്കിയ ചെടിയും മരങ്ങളും, നമ്മുടെ വീടിന്റെ ജനവാതിൽ തുറന്നിട്ടാൽ പ്രവേശിക്കുന്ന വെള്ളവും വെളിച്ചവും ഒക്കെ പടച്ചോന് സുജൂദ് ചെയ്യുന്നുണ്ട്. മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത്, തൗഅൻ വകർഹാ, സ്വമേധയായും നിർബന്ധമായും ഒക്കെ, വളിലാലുഹും, അവരുടെ നിഴൽ പോലും. നമ്മുടെ നിഴൽ നട്ടുച്ചയാകുമ്പോൾ നമ്മളോടൊന്നാകുന്നു, നേരം വെളുക്കുമ്പോൾ നമ്മളെക്കാൾ എത്രയോ ഇരട്ടിയാകുന്നു, ഉച്ച കഴിഞ്ഞാൽ നമ്മളോട് ഇരട്ടി വീണ്ടും അത് വ്യാപനം ചെയ്യുന്നു. ഇതൊക്കെ എന്താണെന്നറിയോ? ഒരു കാലത്ത് വാച്ചും ഘടികാരങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അതിലേക്ക് ആസ്പദമാക്കി നിസ്കരിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ അതിനെ ആസ്പദമാക്കിയിരുന്നു. അത് കേവലം ഒരു സൂചി മാത്രമല്ല, അവനവന്റെ ആയുസ് കൂടിയാണ് ബോധ്യപ്പെടുന്നത്. മാത്രവുമല്ല, ആ നിഴൽ പോലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇന്ന് പോയിട്ട് സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ ഈ 15-ാമത്തെ ആയത്ത് എടുത്ത് വരച്ചു നോക്കണം. എന്താ പറഞ്ഞത്? അവനവന്റെ നിഴൽ പോലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുമ്പോൾ പോലും മനുഷ്യർ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഞാനും നിങ്ങളെ ആലോചിക്കണം, ഇതിനൊരു മറുപടി കണ്ടെത്തണം. മറുപടി കണ്ടെത്തിയില്ല എങ്കിൽ അപകടം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ സൂറത്ത് താഹയിലെ 124-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ആദ്യം നിങ്ങൾ ഓതി കൽപ്പിച്ചത്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ. വമൻ അഅറദ അൻ ദിക്രി, എന്റെ ഉത്ബോധനങ്ങൾ, എന്റെ ഓർമ്മപ്പെടുത്തലുകൾ, എന്റെ ഖുർആനിലെ നിർദ്ദേശങ്ങൾ, ഞാൻ അയച്ച 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർ ഭൂലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത മാനവരാശിക്ക് ഒരു പ്രയാസവുമില്ലാത്ത നിയമസംഹിതകളെ ആരാണോ അവഗണിക്കുന്നത്, അവന്റെ മഈശത്ത് കുടുസായിരിക്കും. ജീവിതത്തിൽ ഒരു പക്ഷെ പ്രവിശാലമായിരിക്കുമെങ്കിൽ പോലും ആ അരി തീർന്നാൽ, ആ വെള്ളം അവസാനിച്ചാൽ പിന്നെയും അവന് ഉപജീവന ആവശ്യമുണ്ട്. അത് അള്ളാഹു കുടുസാക്കും. ജീവിതത്തിൽ അങ്ങനെ തന്നെയാ. പല ആൾക്കാരും കണ്ടില്ലേ, അള്ളാഹുവിന് കൃത്യമായി വഴിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലോ അള്ളാഹു അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നതാണ്. എവിടുന്ന് അത് കിട്ടിയെന്ന് കിട്ടിയെന്ന് പോലും അറിയില്ല. അതാണ് തവക്കുൽ. പക്ഷെ ബഹുഭൂരിഭാഗം ആൾക്കാരെന്ത് ചെയ്യാ? എന്തെങ്കിലും ജീവിതത്തിൽ അല്പം ടൈറ്റ് ആയാൽ ആദ്യം ഊരി മാറ്റുന്ന പ്ലഗ് പടച്ചോനായി ബന്ധപ്പെടുത്തുക. എവിടെയാ? നിസ്കരിക്കാൻ കാണാറില്ലല്ലോ. ഞാനാകെ ബേജാറില്ല, തിരക്കിലാണ്, വെപ്രാളത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, രോഗാണ്, ഭാര്യ ഹോസ്പിറ്റലാണ്, മക്കൾ അവിടെയാണ്, വേറെ കുട്ടികൾ ഇവിടെയാണ്, മനുഷ്യങ്ങൾ മൊഹറുസ്കരിച്ചോ? ഏതെങ്കിലും നമ്മൾ ആരെങ്കിലും ചോദിച്ചു നോക്കും, ഒരു തമാശക്ക് വേണ്ടി അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ മൊഹറുസ്കരിച്ചിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അസറുസ്കരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൽ കൂടെ ഓട്ടത്തിലാണ്. പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ പടച്ചോൻ ആ പടപ്പിന്റെ നേരെ കണ്ണു തുറക്കുക? പിന്നെ എങ്ങനെയാ പടച്ചോൻ ആ പടപ്പിന്റെ നേരെ കൈ അയക്കുക? പിന്നെ എങ്ങനെയാണ് പടച്ചോൻ ആ പടപ്പിന്റെ നേരെ ഒരു മനസ്സ് വെക്കുക? പടച്ചോനായിട്ടൊരു ബന്ധമില്ല, അയാൾ തിരിഞ്ഞിട്ടാണുള്ളത് എങ്കിൽ അല്ലാഹു പറയാ, നാളെ അവന്റെ ഉപജീവന മാർഗം മഈശത്ത് ലൻകൻ കുടുസായിരിക്കും.
എന്നാലും പരലോകത്തിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കാം. ഇല്ല. നാളെ പരലോകത്ത് വരുമ്പോ രണ്ട് കണ്ണിനും വെളിച്ചമില്ലാത്ത അന്ധനായിട്ടാണ് കൊണ്ടുവരിക. ദുനിയാവിൽ രണ്ട് കണ്ണുണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷെ നാളെ പരലോകത്ത് വരുമ്പോ ആ കണ്ണിന്റെ പവർ അല്ലാഹു കുറയ്ക്കും. പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? വേറെ എല്ലാ സൗകര്യമുണ്ട്. കണ്ണിന് ഇപ്പം മങ്ങലുണ്ടെങ്കിലോ ഒരുപാട് പ്രയാസങ്ങളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദി കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം ഇതുവരെ കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ, അള്ളാഹുവിന് നന്ദി ചെയ്യാതെ ഒരാൾ, അയാൾക്കൊരു പക്ഷേ പള്ളി കമ്മിറ്റിയെ പേടിക്കേണ്ടി വരില്ല. അതൊരു മകനാണെങ്കിൽ മാതാപിതാക്കളെ പേടിക്കേണ്ടി വരില്ല. നമുക്ക് ആധുനിക ലോകത്തുള്ള ആൾക്കാരെ പടച്ചോനെ പേടിയില്ലേ, പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു ഒറ്റ വീട്, അതിങ്ങനെ ഓല കൊണ്ട് മേഞ്ഞു കെട്ടിയതാ, നടുവിലൊരു തൂണുണ്ടാവും, പനമ്പട്ടയുടെ തണ്ടുണ്ട്, തെങ്ങിനെ പോലെ തന്നെ തണ്ട്, അതിങ്ങനെ ചീന്തിയാൽ ഒരു കയർ ഉപയോഗപ്പെടുത്തും. പാന്തകം എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാം. ഒരു കാലത്തും നശിക്കൂല, ബലം കുറയൂല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ഈ ഇരിക്കുന്നതിൽ ഒരു 65 മുകളിലൊക്കെ പ്രായമുള്ള ആൾക്കാർ അറിയാൻ പറ്റും. ബാപ്പ അതുമ്മ പിടിച്ചിട്ടാണ് കെട്ടിയിടുക. അതുകൊണ്ട് തന്നെ പഴമക്കാർ പറയാറുണ്ട്, ഒരാളീ പേടിയില്ലേ പടിഞ്ഞാട്ട പേരന്റെ തൂണെങ്കിലും പേടിക്കണം എന്നുള്ളത്. ഇന്ന് അങ്ങനല്ല. അതുകൊണ്ട് തന്നെ തൊള്ളിയിൽ തോന്നിയതുപോലെ ജീവിക്കാം. ആ ജീവിതത്തിലൊരു സുഖം ഉണ്ടാവും. ഇവിടുന്ന് കിട്ടുന്ന ഒരു പാക്കറ്റ് ലൈസ് ഉണ്ടല്ലോ, 10 റുപ്യന്റെ ലൈസും 10 റുപ്യന്റെ 7-അപ്പിന്റെ വെള്ളവും, അതാപ്പന്ന് പല ആളുകളെയും വീട്ടിലെ മക്കളെ വഴിതെറ്റിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ ജീവിതം എവിടെയാ? പകല് ജീവിക്കുന്നില്ല, ജീവിതം മുഴുവൻ രാത്രിയിലാണ്. 11 മണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങുക വണ്ടി എടുത്തിട്ട്. എവിടേക്കാ? രാത്രി ഹയാത്താക്കുന്ന ആൾക്കാർ. അതിനൊക്കെ ഇംഗ്ലീഷ് പേരുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. രാത്രി ഹയാത്താക്കുന്ന ന്യൂജൻ മക്കളുണ്ടല്ലോ, എവിടേക്കാണ് ഈ പോണത്? അവനാന്റെ വീട്ടില് അതിനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ട്, കാശില്ലാഞ്ഞിട്ട്, പണം ഇല്ലാഞ്ഞിട്ട്, അതിനേക്കാൾ ടേസ്റ്റുള്ള ഉമ്മ ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ട് അല്ല. എന്നിരുന്നാൽ പോലും രാത്രിയിൽ പേക്കൂത്ത് നടത്താൻ, അത്രേ പറയാനുള്ളൂ, പേക്കൂത്ത് നടത്താൻ, അതിനൊക്കെ മൂക്ക് കയറിടാൻ മുതിർന്ന ആളുകൾ, വീട്ടിലുള്ള ആളുകൾ, നാട്ടിലുള്ള ആളുകൾ, മഹലിലുള്ള ആളുകൾ, ഉത്തരപ്പെടുത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി ശ്രമിച്ചിട്ടും അതിന് മുന്നോട്ട് പോകുന്ന ആൾക്കാരില്ല, ആരും തടയാനില്ലാത്തവൻ. അത്തരം ആളുകളെ പറ്റിയാണെന്ന് പറഞ്ഞത്. ദുനിയാവിൽ വെറും ചില കാളകളായി ജീവിക്കുന്ന ആളുകൾ, മൂക്കുകയറില്ലാത്ത, നിയന്ത്രിക്കാൻ ആളില്ലാത്ത ആളുകളായി ജീവിച്ച് നാളെ ശ്വാസം നിലച്ചാൽ അയാൾക്കും ഉണ്ടാവും ഒരു 40 ആൾക്കാരും 100 ആൾക്കാരും, ഒരു പള്ളി ഫുള്ളും നിസ്കരിക്കാൻ, മയ്യത്ത് നിസ്കരിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ പടച്ചോൻ പറയാം, വമൻ അഅറള അൻ ദിക്രി, അള്ളാന്റെ ഉത്പാദനങ്ങളെ തട്ടിമറിച്ചിട്ട് ഭൂലോകത്ത് എത്ര സ്വത്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, സംവിധാനം ഉണ്ടായിട്ട് കാര്യമില്ല, ആൾക്കാരെ അയാൾ വിരുന്നിട്ട് കാര്യമില്ല. അവനവനെ ഒറ്റപ്പെടുന്ന രംഗം അവിടെ നിന്ന് തുടങ്ങാൻ പോവുക. ഖബർ മുതൽ പരലോകം വരെയും പരലോകത്തുള്ള ശിക്ഷയും രക്ഷയും നേർക്കുകാരെ കാണുന്ന ഇടവുമൊക്കെ നാളെ റബ്ബ് പരലോകത്ത് കൊണ്ടുവന്ന് വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെട്ടല്ലോ. ഈ 2 കണ്ണുമില്ലാത്തൊരവസ്ഥ സഹോദരന്മാർ, വേറൊന്നും വേണ്ട. ഒരു ഐ സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണ് ചെക്ക് ചെയ്യാം. ഇതൊരു ചെറിയ തടസ്സമുണ്ട്. അവിടുന്ന് 2 മരുന്നിട്ടിച്ച് വരും. അതിനു മുമ്പേ ഡോക്ടർ പറയും കൂടെ ഒരാളുമായിട്ട് വരണം. എന്തിനാണെന്നറിയോ? ആ മരുന്നിട്ടിച്ചാൽ മണിക്കൂറുകളോളം പിന്നെ കണ്ണിന്റെ മങ്ങൽ പോകൂല. ഒരാളെ കൈ പിടിച്ചിട്ട് കൊണ്ടിട്ട് നടക്കാൻ അനുഭവിച്ചിട്ടില്ലേ നമ്മളിൽ പല ആൾക്കാരും? എന്നാൽ നാളെ പരലോകത്തെത്തുമ്പോ 2 കാണില്ല. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞല്ലേ, കണ്ണിന്റെ കാഴ്ചശക്തി അള്ളാഹ് തുടച്ചു നീക്കുന്നു. തിമിരത്തിന് പാട നീക്കലാണ്, പടച്ചോൻ കണ്ണൊന്നായിട്ടാണ് നീക്കലാണ്. അങ്ങനെ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ പറഞ്ഞ സൂറത്ത് ത്വാഹയിലെ 124-ാമത്തെ ആയത്ത്. അങ്ങനെ പരലോകത്ത് 2 കണ്ണും കാണാത്തവനായിട്ട്, ഈ ദുനിയാവിൽ എല്ലാ സംവിധാനം ഉണ്ടായിട്ട് കണ്ണു കണ്ടവനാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നു നിർത്തുന്ന സമയത്ത് അവൻ റബ്ബിനോട് ചോദിക്കും, അത്രേ, റബ്ബേ നിനക്ക് മറവി പറ്റി, ഓർമ്മക്കുറവുണ്ട് റബ്ബേ നിനക്ക്, നീ മറന്നു പോയിട്ടുണ്ട് എന്നെ. എന്താ പറഞ്ഞത്?
കൈ എനിക്ക് രണ്ടും തന്നിട്ടുണ്ട്, കാലും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കണ്ണ് തരാൻ മറന്നു പോയിട്ടുണ്ട്. കാഴ്ചയുള്ള പഠിച്ചവനെ കാഴ്ചകൊണ്ട ഞാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നു. പോരാഞ്ഞിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ പവർ കൂടാൻ വേണ്ടി കണ്ണടകനെ കൊല്ലം മാറ്റിയിട്ട് പവർ കൂട്ടി വെച്ചിരുന്നവനാ. വിലപിടിപ്പുള്ള ഫ്രെയിമുള്ളവനാ. പ്രോഗ്രാമിലായിട്ടുള്ള ലെൻസ് വെച്ചിട്ടുള്ളവനാ. അതൊക്കെ എവിടെ? അതൊക്കെ ഈ മരിച്ചപ്പോ തന്നെ മാറ്റി വെച്ചില്ലേ? തൊള്ളയിലുള്ള പല്ലും കണ്ണടി, കയ്യിലുള്ള വാച്ചും മൊബൈലും അത് സംവിധാനം മാറ്റി വെച്ചില്ലേ? അന്നത്തെ തന്നെ പടച്ചമ്പരം പറയാ, നീ ഇവിടെ ദുനിയാവിലുണ്ടായിരുന്ന അവസ്ഥയൊക്കെ നിന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അള്ളാഹു പറയുന്ന മറുപടി എന്താ അറിയോ? പടച്ചോനെ, എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, എന്നിട്ടും എന്തേ എന്നിവിടെ അന്ധനായി കൊണ്ടുവന്ന് ഈ വിചാരണാ നിലയത്തിൽ നിർത്തി എന്ന് റബ്ബിനോട് ചോദിക്കുന്നവരോട് അള്ളാഹു പറയുന്ന ഒരു മറുപടി ഉണ്ട്. كذلك أتتك آيتنا فنسيتها وكذلك اليوم تنسى. മനുഷ്യ, നീ പറഞ്ഞത് ശരിയാ. ഭൂമിയിൽ 80 കൊല്ലം ജീവിച്ചില്ലേ, അല്ലെങ്കിൽ 90 കൊല്ലം ജീവിച്ചില്ലേ, അല്ലെങ്കിൽ 60-65 കൊല്ലക്കാലം ജീവിച്ചില്ലേ? അന്നൊക്കെ നിനക്ക് കണ്ണുണ്ടായിരുന്നു, കാഴ്ച ഉണ്ടായിരുന്നു, ശരിയാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഉൾക്കാഴ്ച നൽകുന്ന ഒരു കാര്യമുണ്ട്. അത്തത്തുക ആയത്തുന, എന്റെ ദൃഷ്ടാന്തം നിന്റെ അരികിൽ വന്നിരുന്നു, എന്റെ ഉത്ബോധനങ്ങൾ നിന്റെ അരികിൽ വന്നിരുന്നു, എന്റെ വിളിയാളം നിന്റെ കാതിൽ കേട്ടിട്ടുണ്ടായിരുന്നു. സഹോദരന്മാരെ, ഈ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരു മുസ്ലിമായ മനുഷ്യനാണ് പടച്ചോന്റെ മുമ്പിൽ പോയിട്ട് എനിക്ക് ബാങ്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റുക? ഉറക്കൊഴിവാക്കും. ഞാൻ ബാങ്ക് കേൾക്കാത്തൊരു നാട്ടിലാ. 5 പള്ളികളിൽ നിന്ന് അലയ്ക്കുന്ന ശബ്ദം ഒരുപക്ഷെ നമുക്കൊക്കെ അരോചകമായി തോന്നിയിട്ടുണ്ടാവും. അത്രയധികം ശബ്ദവീചികളോട് കേട്ടിട്ടും അതിനൊന്നും ഉത്തരം ചെയ്യാത്ത മനുഷ്യരില്ലേ? പടച്ചോന്റെ കലാം, വേറൊന്നും പറയാം, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ആ മദ്രസയിൽ പഠിച്ച സമയത്തിന് അമ്മ ജുസ് ഓതി വെച്ച് അവിടെ വെച്ചു. ഇന്ന് മരിക്കുന്നവരെ എടുക്കൂല. മരിക്കുന്ന സമയത്ത് മൊയ്ലിയാരോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോ വന്നിട്ട് കൂടെ വന്നിട്ട് യാസീൻ ഓതുന്നല്ലാതെ ആ ഖുർആനായിട്ടൊരു ബന്ധമില്ല. അതിലേക്ക് ഒന്നും നോക്കിയിട്ട് പോലുമില്ല, കണ്ടിട്ടില്ല. അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആയാതുന ഫനസീതഹ, അത് മുഴുവൻ നീ മറന്നുപോയില്ലേ? ഒരു വയല് കേട്ടത് മറന്നുപോയില്ലേ? ഒരു പടച്ചോണ്ട് എന്ന് മറന്നുകൊണ്ടല്ലേ നീ ജീവിച്ചത്? അള്ളാഹിനെ പറ്റി ജീവിതത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഭയപ്പാടുണ്ടായിരുന്നോ? ഭർത്താവിന്റെ കണ്ണ് കെട്ടാം, ഭാര്യയുടെ കണ്ണ് കെട്ടാം, നാട്ടുകാരുടെ കണ്ണ് കെട്ടാം, പക്ഷെ റബ്ബിന്റെ കണ്ണ് കെട്ടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ജീവിച്ചതോ? അല്ലല്ലോ. അതൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല ഇതിന്റെ. അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് എന്തെല്ലാം ഭൗതികമായി ഈ ദുനിയാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുണ്ടായിരുന്ന കാര്യം തൽക്കാലം ഇന്ന് ഞാൻ മറക്കുകയാണ്. നീ ഇന്ന് കണ്ണില്ലാത്തവനായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവന്റെ കലാമിനോട്, അവന്റെ സംസാരമാകുന്ന പരിശുദ്ധ ഖുർആനോട് നീതിപൂർവകമായ ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആവുന്നിടത്തോളം പരമാവധി എല്ലാ ഇബാദത്തുകളും നഷ്ടപ്പെട്ടു പോകാതെ കൃത്യവും വ്യക്തവുമായി നിർവഹിക്കുവാൻ ആവശ്യമായ എല്ലാവിധ തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ വീഴ്ചയും അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തും അപാകിത്തം നമ്മെ അനുഗ്രഹിക്കുകയും അവൾ മുഴുവനും നാളെ പരലോകത്തും ഇഹലോകത്തും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മസ്ജിദിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ ശ്രമങ്ങളും ബേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമില ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ്
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.